ഹലോ ഡിയേഴ്സ്, 9ാം ക്ലാസ്സിലെ ഓണം എക്സാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. അതിൽ നിന്ന് ചോദിക്കുന്ന വരയ്ക്കാനുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അടിപൊളിയായിട്ട് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ഉള്ള ഒരു വര വരച്ച് അതിനെ 3 തുല്യ ഭാഗങ്ങളാക്കാനാണ്. ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 10 സെന്റിമീറ്റർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻടു 3 ഈക്വൽ പാർട്സ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ് മക്കളെ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് സ്കെയിൽ എടുക്കുക, പെൻസിൽ എടുക്കുക, ഒരു 10 സെന്റിമീറ്റർ ഉള്ള ലൈന് വരയ്ക്കുക. ഓക്കെ, 10 സെന്റിമീറ്റർ ഉള്ള ലൈൻ ഒന്ന് മനോഹരമായിട്ട് അങ്ങ് വരയ്ക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിലും സിമ്പിളാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ സ്കെയിൽ ഒന്ന് ചരിക്കുക. തുടങ്ങിയ പോയിന്റ് മാറ്റണ്ട, ഇതിന് വേണമെങ്കിൽ പേര് കൊടുക്കും, AB. സ്കെയിലിന്റെ ഒരറ്റം എയിൽ തന്നെ വെക്കുക. 10ന്റെ തൊട്ടടുത്തുള്ള 3ന്റെ മൾട്ടിപ്ലൈ ചെയ്താ 10ന്റെ തൊട്ടടുത്തുള്ള 3ന്റെ ഗുണിതം എന്ന് പറയുന്നത് 9 ആണ്. സോ ജസ്റ്റ് ആ സ്കെയിൽ ചരിച്ചു വെച്ചിട്ട് ഒരു 9 സെന്റിമീറ്റർ ഉള്ള ലൈൻ അങ്ങ് വരയ്ക്കുക. ഓക്കെ, സ്കെയിൽ ഒന്ന് ചരിച്ചു പിടിച്ചിട്ട് 9 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കുക. അതിനെ നമുക്ക് എന്താക്കാം? 9 സെന്റിമീറ്റർ ഉള്ള ലൈനിനെ നമുക്ക് 3 ഈക്വൽ പാർട്സ് ആക്കാം. അതിൽ ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. 9 സെന്റിമീറ്റർ ആകുന്നത് കൊണ്ട് തന്നെ അതിനെ 6ൽ ഒരു കുത്തിടുന്നു, 3ൽ ഒരു കുത്തിടുന്നു. സെറ്റല്ലേ? 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഈ രീതിയിൽ 3 ഈക്വൽ പാർട്സ് ആക്കാം. ശരിയല്ലടാ? 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. സിമ്പിൾ. സെറ്റാണോ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലും എളുപ്പമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ രണ്ടറ്റം ഒന്ന് കൂട്ടിമുട്ടിക്കാം. പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എടുക്കേണ്ട സാധനമാണ് ഈ സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. ഞാൻ പാരലൽ ലൈൻ വരയ്ക്കാൻ പോവാണ്. പാരലൽ ലൈൻ വരയ്ക്കാൻ എനിക്ക് വേണ്ടത് ഈ സെറ്റ് സ്ക്വയർ ആണ്. ഈ ലൈനിനെ ഞാനിതാ 90 ഡിഗ്രി ഇവിടെ വരുന്ന രീതിയിൽ ഈ ലൈനുമായിട്ട് ബാലൻസ് ചെയ്ത് കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കാം. ഓക്കെ, എന്നിട്ട് ഈ സെറ്റ് സ്ക്വയറിനെ ബാലൻസ് ചെയ്യാൻ ഞാൻ എന്തെടുക്കണം? സ്കെയിൽ എടുക്കണം. സെറ്റ് സ്ക്വയറിനെ ബാലൻസ് ചെയ്യാൻ ഞാൻ എടുക്കേണ്ട സാധനമാണ് എന്ത്? സ്കെയിൽ. ഓക്കെ, ഇത് കറക്റ്റ് ഈ ലൈൻ ഇവിടെ വരുന്ന രീതിയിൽ സെറ്റ് സ്ക്വയർ വെക്കുക. എന്നിട്ട് സെറ്റ് സ്ക്വയറിനെ ബാലൻസ് ചെയ്യാൻ ഞാൻ എന്തെടുക്കുന്നു? സ്കെയിൽ എടുക്കുന്നു. ഓക്കെ ആണല്ലോ? എന്നിട്ട് ഞാൻ ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ നീക്കണം. സെറ്റ് സ്ക്വയർ എന്താക്കണം? സ്കെയിലുമായിട്ട് ബാലൻസ്. സ്കെയിൽ പിന്നെ അനക്കരുത്. കണ്ടിക്കോ? ഫസ്റ്റ് ഇവിടെ വെക്കുക, സെറ്റ് സ്ക്വയർ സ്കെയിൽ വെച്ച് ബാലൻസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ നീക്കാം. ഇനി സെറ്റ് സ്ക്വയർ അനക്കരുത്. ഇതിവിടെ വെച്ചിട്ട് നമ്മളിതാ ഫസ്റ്റിലത്തെ ലൈൻ വരയ്ക്കുന്നു. ഫസ്റ്റിലത്തെ പാരലൽ ലൈൻ. ഓക്കെ ആണല്ലോ? ഒരു പാരലൽ ലൈൻ നമ്മൾ വരച്ചു. ഇനി സെറ്റ് സ്ക്വയർ നീക്കുന്നതിന് മുമ്പ് സ്കെയിൽ വെച്ച് ബാലൻസ് ചെയ്യുക. സെറ്റ് സ്ക്വയർ ഇനി നീക്കിക്കോ. നീക്കി ഇവിടെ എത്തിക്കുക, രണ്ടാമത്തെ പോയിന്റിന്റെ അടുത്ത്. ഓക്കെ ആണോ? രണ്ടാമത്തെ പോയിന്റിന്റെ അടുത്ത് എത്തിച്ചു. ഇനി നമുക്ക് സ്കെയിൽ എടുത്താളാം. ഇനി നമുക്ക് സ്കെയിലിന്റെ ആവശ്യമില്ല. ഇത് ഇവിടെ വെക്കുന്നു. കണ്ടോ? രണ്ടാമത്തെ പാരലൽ ലൈൻ വരയ്ക്കുന്നു. കണ്ടോ? സിമ്പിളായിട്ട് നമ്മൾ പാരലൽ ലൈൻസ് വരച്ചു. ഇതിന് നമുക്ക് വേണമെങ്കിൽ C എന്ന് പേര് കൊടുക്കാം, ഇതിന് D എന്ന് പേര് കൊടുക്കാം. AB എന്ന് പറയുന്ന ലൈനിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ ആണ്. അതിനെ നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കി. ഇപ്പോൾ CD എന്ന് പറയുന്നത് 10/3 സെന്റിമീറ്റർ ആണ്. 10/3 സെന്റിമീറ്റർ. കഴിഞ്ഞു ആദ്യത്തെ ക്വസ്റ്റ്യൻ. സിമ്പിൾ. സെറ്റല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. 10 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമഭുജ ത്രികോണം വരയ്ക്കുക. 11 സെന്റിമീറ്റർ ആണെങ്കിലും നിങ്ങൾക്കറിയാം 11 സെന്റിമീറ്റർ എങ്ങനെ 3 തുല്യ ഭാഗങ്ങളാക്കാം. 11ന്റെ തൊട്ടടുത്തുള്ളത് 9 ആണ്. ഇതേപോലെ തന്നെ നമുക്ക് എന്താക്കാം? 3 തുല്യ ഭാഗങ്ങളാക്കാം പാരലൽ ലൈൻ വരച്ചുകൊണ്ട്. ഓക്കെ ആണല്ലോ? സോ നമ്മളിപ്പോ 10 സെന്റിമീറ്റർ ചുറ്റളവുള്ളത് എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. നമ്മൾ 3 തുല്യ ഭാഗങ്ങളാക്കി കഴിഞ്ഞു ഈ ക്വസ്റ്റ്യനിൽ. ശരിയല്ലേ? ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്മൾ ഈ കിട്ടിയിട്ടുള്ള CD ഉണ്ടല്ലോ, ഈ CD എന്ന് പറയുന്ന നീളം നമ്മൾ കോമ്പസിൽ എടുക്കുക. CD എന്ന് പറയുന്ന നീളമാണ് നിങ്ങൾ കോമ്പസിൽ എടുക്കേണ്ടത്. Cയിൽ കോമ്പസ് വെക്കുക, ഒരാർക്ക് വരയ്ക്കുക. Cയിൽ കോമ്പസ് വെച്ചിട്ട് ഒരാർക്ക് വരയ്ക്കുക. Dയിൽ കോമ്പസ് വെക്കുക.
ഡിയിൽ കോമ്പസ് വെക്കുക, ഒരു ആർക്ക് വരയ്ക്കുക. സിയിലും ഡിയിലും കോമ്പസ് വെക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു. എന്നിട്ട് ഈ രണ്ടാർക്കും കൂട്ടിമുട്ടുന്ന പോയിന്റുമായി നിങ്ങൾ എന്ത് ചെയ്യുക? സീനെയും ഡീനെയും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. സീനെയും ഡീനെയും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. പെരിമീറ്റർ അഥവാ ചുറ്റളവ് 10 സെന്റിമീറ്റർ ആയിട്ടുള്ള ട്രയാങ്കിൾ നമ്മൾ വരച്ചു. സിമ്പിൾ, സെറ്റാണല്ലോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റർ. 15 സെന്റിമീറ്റർ ചുറ്റളവുള്ള സ്ക്വയർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. സിമ്പിൾ ആണ്, അതും നമുക്ക് സിമ്പിളായി തന്നെ ചെയ്തെടുക്കാം. ഓക്കെ, സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 15 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. എല്ലാവരും ശ്രദ്ധിച്ചോ. 15 സെന്റിമീറ്റർ ആണ് നമ്മളോട് പറഞ്ഞ സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. സോ 15 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അപ്പോൾ നമുക്കറിയാം അതിനെ 4 ഈക്വൽ പാർട്സ് ആക്കണം. 15ന്റെ തൊട്ടടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ ആരാ? 15ന്റെ തൊട്ടടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം 12 ആണ്. ശരിയല്ലേ? 12 ആണ്. സോ 12 സെന്റിമീറ്ററിലുള്ള ലൈന് ചരിച്ച് വരയ്ക്കുക. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. 12നെ 4 ഈക്വൽ പാർട്സ് ആക്കുക. 9 കുത്ത്, ദെൻ 6 കുത്ത്, ദെൻ 3 കുത്ത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് 3 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 3, 6, 9, 12. ഓക്കെ അല്ലേ? 12 സെന്റിമീറ്ററിനെ നമ്മൾ 4 ഈക്വൽ പാർട്സ് ആക്കി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മക്കളെ ശ്രദ്ധിച്ചോ, വളരെ ഈസിയാണ്. 2 അറ്റം ഒന്ന് കൂട്ടിമുട്ടിക്കുക. ഈ 2 അറ്റം ഒന്ന് കൂട്ടിമുട്ടിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി നമ്മൾ എന്തെടുക്കണം? പാരലൽ ലൈൻ വരയ്ക്കാനായിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയർ എടുക്കണം. സെറ്റ് സ്ക്വയറിനെ സെറ്റ് സ്ക്വയറിന്റെ 90 ഡിഗ്രി വരുന്ന ഒരു സൈഡ്, 90 ഡിഗ്രി വരുന്ന ഒരു സൈഡ് എന്താക്കുക? ഈ ലൈനിനോട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് എല്ലാവരും ശ്രദ്ധിച്ചേ, 90 ഡിഗ്രി വരുന്ന ഒരു സൈഡ് ഈ ലൈനുമായിട്ട് ചേർത്ത് പിടിച്ചിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുക? സ്കെയിൽ ഉപയോഗിക്കുക. സ്കെയിൽ ഉപയോഗിച്ച് ബാലൻസ് ചെയ്ത ശേഷം സെറ്റ് സ്ക്വയർ നീക്കുക. സെറ്റാണോ? എന്നിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്? പാരലൽ ലൈൻ. പാരലൽ ലൈൻ വരയ്ക്കേണ്ടത്. ഓക്കെ ആണോ മക്കളെ? സിമ്പിൾ ആണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാം. സെറ്റാണോ? പാരലൽ ലൈൻ വരയ്ക്കാൻ ഇതിങ്ങനെ വെക്കുക, നീക്കിക്കൊണ്ടുവരിക. ബാലൻസ് ചെയ്യുന്നു, നമ്മൾ നീക്കുന്നു. ഓക്കെ, 3 പാരലൽ ലൈൻ വരയ്ക്കുന്നതോടുകൂടി ഈ ലൈൻ എന്തായി? AB എന്ന് പറയുന്ന ലൈന് ഈക്വൽ ആയിട്ടുള്ള 4 ഭാഗങ്ങളായി. ഓക്കെ, CD. നമ്മളിതാ CD എന്ന് പറയുന്നതാണ് നമ്മളുടെ സ്ക്വയറിന്റെ ഒരു സൈഡ്. CD എന്ന് പറയുന്നതാണ് നമ്മളുടെ സ്ക്വയറിന്റെ ഒരു സൈഡ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് കുത്തനെ താഴോട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. 90 ഡിഗ്രി വരുന്ന രീതിയിൽ കുത്തനെ താഴോട്ട് ഒരു ലൈൻ. ഓക്കെ, അതുപോലെ സിയിൽ നിന്നും 90 ഡിഗ്രി വരുന്ന രീതിയിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് തന്നെ ഒരു ലൈൻ ഞാൻ താഴോട്ട് വരയ്ക്കുന്നു. സെറ്റാണോ? ഇനി CD എന്ന് പറയുന്ന നീളം നിങ്ങൾ എന്ത് ചെയ്യുക? കോമ്പസിൽ എടുക്കുക. അതാണ് നമ്മളുടെ സ്ക്വയറിന്റെ സൈഡ്. CD ആണ് നമ്മളുടെ സ്ക്വയറിന്റെ സൈഡ്. ആ നീളം കോമ്പസിൽ എടുക്കുക. സിയിൽ കോമ്പസ് വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഡിയിൽ കോമ്പസ് വെച്ചിട്ട് താഴോട്ട് ഒരു ആർക്ക് വരയ്ക്കുക. കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. ഇനി നോക്ക്, ഈ 2 പോയിന്റും ഒന്ന് യോജിപ്പിക്കേണ്ട പണി മാത്രമേ നമുക്കുള്ളൂ. അതിനും നമുക്ക് സെറ്റ് സ്ക്വയർ തന്നെ മതി, സ്കെയിലൊന്നും വേണമെന്നില്ല. ഓക്കെ, ഈ 2 പോയിന്റും ഒന്ന് യോജിപ്പിച്ചാൽ നമ്മളുടെ പണി കഴിഞ്ഞു. സെറ്റാണോ മക്കളെ? സെറ്റല്ല? സിമ്പിളായിട്ട് നമ്മൾ എന്ത് വരച്ചു കഴിഞ്ഞു? സ്ക്വയർ. ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള സ്ക്വയർ. ആ സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 15 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു സൈഡ് എത്രയാ? CD എന്ന് പറയുന്നത് 15/4.
15നെ 4 ഈക്വൽ പാർട്സ് ആക്കി. സെറ്റാണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. ഡിവൈഡ് 8 സെന്റിമീറ്റർ ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 1:2. 1:2 എന്ന് പറയുന്ന അംശബന്ധത്തിൽ 8 സെന്റിമീറ്ററുള്ള വരയെ മുറിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും ശ്രദ്ധിച്ചോ. 8 സെന്റിമീറ്റർ ഉള്ള ലൈൻ അതിനെ കട്ട് ചെയ്യേണ്ടത് 1:2. ശരിയല്ലേ? ഈ 1 2 കൂടെ കൂട്ടിയാൽ എത്രയാ? 3. ശരിയാണല്ലോ. 1 2 കൂടെ കൂട്ടിയാൽ 3 8ന്റെ അടുത്തുള്ള 3ന്റെ മൾട്ടിപ്ലൈ ഏതാ? 1:2 എന്ന് പറയുന്ന നമ്പറിനെ, റേഷ്യോനെ നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2, 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4, 2ഉം 4ഉം കൂടെ കൂട്ടിയാൽ 6. ശരിയാണോ? 8ന്റെ തൊട്ടടുത്തുള്ള 3ന്റെ മൾട്ടിപ്പിൾ ആണ് ആര്? 6. സോ നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നോക്കിക്കേ, നമുക്ക് വരയ്ക്കേണ്ട ലൈൻ എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. ജസ്റ്റ് 8 സെന്റിമീറ്റർ ഉള്ള ലൈൻ നിങ്ങൾ വരയ്ക്കാം. 8 സെന്റിമീറ്ററുള്ള ലൈൻ. എന്നിട്ട് ചരിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ചരിച്ചിട്ട് ഒരു ലൈൻ നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, ആ ലൈനിന്റെ നീളം എത്രയാണ്? ആ ലൈനിന്റെ നീളം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ. എത്ര വരയ്ക്കേണ്ടത്? 6 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതാ ഇവിടുന്ന് തന്നെ 6 സെന്റിമീറ്ററുള്ള ഒരു ലൈൻ വരയ്ക്കാം. ഈ 6 സെന്റിമീറ്ററുള്ള ലൈൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് എന്താക്കണം? 2 4 എന്നുള്ള രീതിയിൽ അതിനെ കട്ട് ചെയ്യണം. 2 സെന്റിമീറ്ററും അതുപോലെ 4 സെന്റിമീറ്റർ. ഇത്രയും ഭാഗം 4 സെന്റിമീറ്റർ, ഈ നീളം 2 സെന്റിമീറ്റർ. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ. ഇനി ഒന്നുമില്ല, അവസാനം സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാണ്. ഈ 2 അറ്റവും ഒന്ന് കൂട്ടിമുട്ടിക്കുക. എന്നിട്ട് അവിടെ നമ്മൾ എന്ത് കൊണ്ടയ്ക്കുക? സെറ്റ് സ്ക്വയർ കൊണ്ടയ്ക്കുക. അവിടെ എന്ത് കൊണ്ടയ്ക്കണം? സെറ്റ് സ്ക്വയർ കൊണ്ടയ്ക്കണം. ഓക്കെ ആണോ? സെറ്റ് സ്ക്വയർ. എന്നിട്ട് സെറ്റ് സ്ക്വയർ നീക്കാൻ വേണ്ടിയിട്ട് എന്താക്കുക? സ്കെയിൽ വെച്ചിട്ടൊന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക. സ്കെയിൽ വെച്ചിട്ട് ഇവിടെ സെറ്റ് സ്ക്വയർ വെക്കുന്നു. ആ സെറ്റ് സ്ക്വയറിനെ ഒന്ന് സ്കെയിൽ വെച്ച് ബാലൻസ് ചെയ്യുന്നു. എന്നിട്ടൊന്ന് നീക്കുന്നു. അങ്ങനെ നീക്കി ഇവിടെ എത്തുമ്പോൾ പരിപാടി കഴിഞ്ഞു. ഇവിടെ ഈ പോയിന്റിലൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? AB എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. അതിനെ നമ്മൾ എങ്ങനെ കട്ട് ചെയ്തു? AC ഈസ് ടു CB എന്ന് പറയുന്നത് ഏതാ റേഷ്യോ? 2:4. ദാറ്റ് ഈസ് 1:2. 1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 30 സെന്റിമീറ്റർ ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 5:3. റെക്ടാംഗിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. ചുറ്റളവ് 30 സെന്റിമീറ്റർ ആണെങ്കിൽ മക്കളെ അന്നേരം മനസ്സിലാക്കുക, ലെങ്ത്തും ബ്രെഡ്ത്തും, നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണെന്നറിയോ? 15 സെന്റിമീറ്റർ. എത്രയാണ്? 15 സെന്റിമീറ്റർ. ചുറ്റളവിന്റെ പകുതിയാണ് നീളം പ്ലസ് വീതി. ഓക്കെ ആണല്ലോ? സംശയമില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം 15 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈന് വരയ്ക്കണം. 15 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈന് നമ്മൾ വരയ്ക്കണം. 15 സെന്റിമീറ്റർ സെറ്റാണ്. 15 സെന്റിമീറ്റർ ഉള്ള ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. വളരെ ഈസി ആയിട്ട് അത് നമുക്ക് വരയ്ക്കാം. 15 സെന്റിമീറ്റർ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റേഷ്യോ എന്താണ്? 5:3. ശരിയല്ലേ? റേഷ്യോ എന്താ? 5:3. 5ഉം 3ഉം കൂടെ കൂട്ടിയാൽ എത്രയാ? 8 സെന്റിമീറ്റർ. ശരിയല്ലേ? അപ്പൊ ഒരു 8 സെന്റിമീറ്ററുള്ള ലൈന് മക്കൾ എന്താക്കുക? ചരിച്ചിട്ട് അങ്ങോട്ട് വരയ്ക്കുക. എത്ര സെന്റിമീറ്റർ? 8 സെന്റിമീറ്ററുള്ള ലൈന് ചരിച്ചിട്ട് അങ്ങോട്ട് വരയ്ക്കുക. ആ 8 സെന്റിമീറ്ററിനെ നമുക്ക് 5 3 എന്നുള്ള രീതിയിൽ കട്ട് ചെയ്യാമല്ലോ. 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. ഓക്കെ ആണോ? ഇനി ആ 2 അറ്റവും ഒന്ന് എന്താക്കുക? കൂട്ടിമുട്ടിക്കുക. ഈ 2 അറ്റവും എന്താക്കുക? ഒന്ന് കൂട്ടിമുട്ടിക്കുക. സിമ്പിൾ അല്ലേ? കഴിഞ്ഞു. ഇനി നമുക്ക് പാരലൽ ലൈൻ വരയ്ക്കണം. അത് നമ്മൾ എന്ത് ഉപയോഗിക്കണം? സെറ്റ് സ്ക്വയർ. അതിന് നമ്മൾ സെറ്റ് സ്ക്വയർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. സെറ്റ് സ്ക്വയർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. സെറ്റാണോ? എന്നിട്ട് ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? സ്കെയിൽ ഉപയോഗിക്കാം. ഓക്കെ ആണോ? സെറ്റ് സ്ക്വയർ ഇവിടെ വെക്കുന്നു. സെറ്റ് സ്ക്വയറിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം?
സെറ്റ് സ്ക്വയറിനെ ബാലൻസ് ചെയ്യാൻ സ്കെയിൽ ഉപയോഗിക്കാം. സ്കെയിൽ ഉപയോഗിച്ചത് അതിനെ സെറ്റ് സ്ക്വയറിനെ ഇങ്ങനെ നീക്കി ഇതാ ഇവിടുന്ന് ഇങ്ങനെ നീക്കി വന്ന് ഇവിടെ എത്തുമ്പോൾ സെറ്റ് സ്കെയിൽ അങ്ങ് എടുത്താളിയാ. സെറ്റ് സ്ക്വയറിനെ ബാലൻസ് ചെയ്ത് പിടിക്കുക. പാരലൽ ലൈൻ വരച്ചു. ഓക്കെ ആണോ? നമ്മൾ ആ ലൈനിനെ 15 സെന്റിമീറ്ററിലെ ലൈനിനെ നമ്മൾ എ ബി ആണ് 15 സെന്റിമീറ്ററിലെ ലൈൻ. അതിനെ നമ്മൾ എന്താക്കി? അതിനെ നമ്മൾ 5:3 അഥവാ 5:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് സിയിൽ നിന്ന് നേരെ താഴോട്ട് ഒരു ലംബം വരയ്ക്കുക. അതുപോലെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് എയിൽ നിന്നും താഴോട്ട് ഒരു ലംബം നിങ്ങൾ വരയ്ക്കണം. ഒരു പെർപെൻഡിക്കുലർ എയിൽ നിന്ന് കുത്തനെ താഴോട്ട് ഒരു ലൈൻ അങ്ങ് വരച്ചില്ല. എയിൽ നിന്ന് കുത്തനെ താഴോട്ട് ഒരു ലൈൻ നിങ്ങൾ വരയ്ക്കണം. കുത്തനെ താഴോട്ടൊരു ലൈൻ. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഈ ലൈന് വരച്ചു കഴിഞ്ഞാൽ നോക്ക്, CB AC ആണ് നമ്മളുടെ ലെങ്ത്, CB ആണ് നമ്മളുടെ ബ്രെഡ്ത്ത്. AC ആണ് നമ്മളുടെ ലെങ്ത്, CB ആണ് നമ്മളുടെ ബ്രെഡ്ത്ത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? CB എന്ന് പറയുന്ന ബ്രെഡ്ത്ത് നമ്മൾ കോമ്പസിൽ എടുക്കുക. CB എന്ന് പറയുന്ന ബ്രെഡ്ത്ത് നമ്മൾ കോമ്പസിൽ എടുക്കുക. ദെൻ താഴോട്ട് ഒരു ആർക്ക്. വീണ്ടും എയിൽ കോമ്പസ് വെക്കുന്നു, താഴോട്ടൊരു ആർക്ക്. സെറ്റാണോ? എന്നിട്ട് ഈ രണ്ടാർക്കും കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ ഉണ്ടല്ലോ, അതൊന്ന് യോജിപ്പിച്ചാൽ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞ റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. സെറ്റല്ലേ? സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. ഒരു ലൈൻ വരച്ചിട്ട് അതിനെ 2:3:4 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യാം. ഒരു വര വരച്ചിട്ട് എത്ര സെന്റിമീറ്ററാ? 10 സെന്റിമീറ്റർ നീളമുള്ള വര വരയ്ക്കുക. അതിനെ 2:3:4 എന്ന് പറയുന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്യാൻ ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാവരും ശ്രദ്ധിച്ചേ. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 10 സെന്റിമീറ്റർ ഉള്ള ലൈന് വരയ്ക്കുക. ഓക്കെ, 10 സെന്റിമീറ്റർ ഉള്ള ലൈൻ. അതിനെ നമുക്ക് കട്ട് ചെയ്യേണ്ടത് എന്താ? 2:3:4 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. 2ഉം 3ഉം 4ഉം കൂടെ കൂട്ടിയാൽ 9 ആണ്. 9. ഓക്കെ ആണോ? 9 സെന്റിമീറ്റർ ഉള്ള ലൈന് നിങ്ങൾ ചരിച്ചിട്ട് അങ്ങോട്ട് വരയ്ക്കുക. 9 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈന് നിങ്ങൾ ചരിച്ചിട്ട് വരയ്ക്കുക. നമുക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാം. ഈ 9 സെന്റിമീറ്റർ ഉള്ള ലൈനിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ മക്കളെ? ശ്രദ്ധിക്കണേ. 9 സെന്റിമീറ്റർ ഉള്ള ലൈനിനെ നമ്മൾ 2 സെന്റിമീറ്റർ കഴിയുമ്പോൾ ഒരു കുത്തിടുക. അത് കഴിഞ്ഞ് അവിടുന്ന് 3 സെന്റിമീറ്റർ കഴിയുമ്പോൾ അടുത്ത കുത്തിടുക. സോ 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. സെറ്റല്ലേ? ഇനി ഈ രണ്ടറ്റവും ഒന്ന് യോജിപ്പിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാരലൽ ലൈൻ വരയ്ക്കണം. അത് നമ്മൾ എന്ത് ഉപയോഗിക്കണം? സെറ്റ് സ്ക്വയർ ഉപയോഗിക്കണം. ശരിയല്ലേ? സെറ്റ് സ്ക്വയർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. കറക്റ്റ് ബാലൻസ് ചെയ്യുക. ഒന്ന് നീക്കുക. നീക്കി ഇവിടെ എത്തുമ്പോൾ ആദ്യത്തെ പാരലൽ ലൈൻ വരയ്ക്കാം. ഓക്കെ, വീണ്ടും സെറ്റ് സ്ക്വയറിനെ സ്കെയിൽ വെച്ച് ബാലൻസ് ചെയ്യുക. ഒന്നുകൂടെ നീക്കുക. നീക്കി ഈ 2 സെന്റിമീറ്ററിന് അടുത്തെത്തുമ്പോൾ വീണ്ടും എന്താക്കുക? പാരലൽ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ ആണോ? സോ നമ്മൾ എന്ത് ചെയ്തു? AB എന്ന് പറയുന്ന ലൈൻ 10 സെന്റിമീറ്റർ ആണ്. അതിനെ നമ്മൾ 2:3:4 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്തു. ഇനി അതേ പെരിമീറ്റർ ഉള്ള സൈഡ്സിന്റെ റേഷ്യോ 2:3:4 ആയിട്ടുള്ള 10 സെന്റിമീറ്റർ ചുറ്റളവുള്ള ട്രയാങ്കിൾ അഥവാ ത്രികോണമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതിന് ഒരു പണിയില്ല, സിമ്പിളാണ്. ഇതിന് C എന്നും ഇതിന് ഞാൻ D എന്നും പേര് കൊടുത്തു, ഈ 2 പോയിന്റുകൾക്ക്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് DB എന്ന് പറയുന്ന നീളം കോമ്പസിൽ എടുക്കുക. എന്താ ചെയ്യേണ്ടത്? ഡിയിൽ കോമ്പസ് വെക്കുക.
ഡി ബി എന്ന് പറയുന്ന നീളം കോമ്പസിലെടുക്കുക, ഒരാർക്ക് അങ്ങോട്ട് വരയ്ക്കുക. ഡി ബി എന്ന് പറയുന്ന നീളം കോമ്പസിലെടുത്തിട്ട് ഒരാർക്ക്. ഓക്കെ, ഇതുപോലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. സിയിൽ കോമ്പസ് വെക്കുക. ഡിയിൽ കോമ്പസ് വെച്ചതുപോലെ സിയിൽ കോമ്പസ് വെക്കുക. യെസ്, സിയിൽ കോമ്പസ് വെച്ചിട്ട് എ സി എന്ന് പറയുന്ന നീളം കോമ്പസിലെടുക്കുക. എ സി എന്ന് പറയുന്ന നീളം കോമ്പസിലെടുക്കുക, ആർക്ക് വരയ്ക്കുക. ഈ ആർക്കുകൾ കൂട്ടിമുട്ടിയ പോയിന്റ് കണ്ടോ മക്കള്? ഈ രണ്ടാർക്കും കൂട്ടിമുട്ടിയ പോയിന്റ് കണ്ടോ? ആ പോയിന്റുമായി നിങ്ങൾ സീനെ യോജിപ്പിക്കുക. അതുപോലെ നിങ്ങൾ ഡീനെയും യോജിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾ വരച്ച ട്രയാങ്കിളിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ വരച്ചിട്ടുള്ള ഈ ഒരു ട്രയാങ്കിളിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:3:4 ആണ്. ഓക്കെ ആണല്ലോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നമ്മളുടെ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വരയ്ക്കാനായിട്ട് ചോദിക്കാറുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. 7 മണിക്കാണ് നമ്മളുടെ ലൈവ്. എല്ലാവരും ലൈവ് അറ്റൻഡ് ചെയ്യുക. ഒരുപാട് റെക്കോർഡഡ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.